എ മാസ്റ്റർ ഓഫ് മോൺസ്റ്റേഴ്സ് ഗിലിയർമോ ഡെൽ ടോറോ അദ്ദേഹത്തിന്റെ ഡ്രീം പ്രോജക്റ്റുമായി വെള്ളിത്തിരയിലെത്തിയിരിക്കുകയാണ്. ഇത് നമ്മൾ കണ്ടുമടുത്ത ഫ്രാങ്കൻസ്റ്റൈന്റെ മറ്റൊരു വേർഷനല്ല. ഇതൊരു ഹോണ്ടിങ്, ഇമോഷണൽ, വിഷ്വൽ ട്രീറ്റ് ആണ്. ഈ സിനിമ നമ്മളോടൊരു പുതിയ ചോദ്യം ചോദിക്കുന്നു: ആരാണ് സൃഷ്ടാവ്, ആരാണ് മകൻ? പാൻസ് ലാബിറിന്ത്, ദ ഷേപ്പ് ഓഫ് വാട്ടർ, ഈ സിനിമകളൊക്കെ കണ്ടവർക്കറിയാം ഡെൽ ടോറോയുടെ മാജിക്. അദ്ദേഹത്തിന്റെ ആ സിഗ്നേച്ചർ ഗോത്തിക് സ്റ്റൈൽ ഈ സിനിമയിലും കാണാം. ഓസ്കർ ഐസക് ആണ് വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ. ആ റോളിൽ അദ്ദേഹം ജീവിക്കുകയാണെന്ന് തന്നെ പറയാം. ബട്ട് ദ റിയൽ ഷോ സ്റ്റീലർ, അത് ജേക്കബ് എലോർഡിയുടെ ദി ക്രീച്ചർ ആണ്. നമ്മുടെ നെഞ്ച് തകർക്കുന്നൊരു പ്രകടനമാണത്. ഒറ്റപ്പെടലിന്റെയും സ്നേഹത്തിനു വേണ്ടിയുള്ള ദാഹത്തിന്റെയും ഒരു നേർക്കാഴ്ച. ആ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ളൊരു ടോക്സിക് റിലേഷൻഷിപ്പാണ് ഈ സിനിമയുടെ നട്ടെല്ല്. കൂടെ മിയ ഗോഥന്റെ ഗംഭീര പ്രകടനവും സിനിമയെ വേറെ ലെവലിൽ എത്തിക്കുന്നു. പിന്നെ ഇതൊരു പേടിപ്പിക്കുന്ന ഹൊറർ പടം പ്രതീക്ഷിച്ച് ആരും പോകരുത്. ഡെൽ ടോറോ പറയുന്നത് പോലെ ഇതൊരു ഇൻക്രെഡിബിളി ഇമോഷണൽ സ്റ്റോറിയാണ്. ഇതൊരു ഫാദർ സൺ സ്റ്റോറിയാണ്, പക്ഷെ സാധാരണ പോലെയല്ല. സിനിമയുടെ പേസിംഗ് ചിലർക്ക് സ്ലോ ആയി തോന്നിയേക്കാം, പക്ഷെ ആ ഒരു സ്ലോനെസ് ഈ സിനിമയുടെ ആഴത്തിലുള്ള ഫിലോസഫിക്ക് അത്യാവശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ഗിലിയർമോ ഡെൽ ടോറോയുടെ ഫ്രാങ്കൻസ്റ്റൈൻ ഒരു മാസ്റ്റർ വർക്ക് തന്നെയാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്തെന്നാൽ അവർ CGI അല്ല, പ്രാക്ടിക്കൽ എഫക്ട്സിനെയാണ് കൂടുതൽ ആശ്രയിച്ചത്. അതുകൊണ്ട് തന്നെ ഓരോ ഫ്രെയിമും ഒരു പെയിന്റിംഗ് പോലെ മനോഹരമാണ്. ഈ സിനിമ ഒരു ക്ലാസിക് കഥയെ വെറുതെ റീറ്റെൽ ചെയ്യുകയല്ല, മറിച്ച് അതിന് പുതിയൊരു ജീവൻ നൽകുകയാണ്. ആ ഭീകര രൂപത്തിനുള്ളിലെ മനുഷ്യനെ കാണാൻ ഈ സിനിമ നമ്മളെ പ്രേരിപ്പിക്കും. ഇതൊരു എസെൻഷ്യൽ മസ്റ്റ് സീ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. ഡോണ്ട് മിസ് ഇറ്റ്.